കലാശക്കൊട്ടിന്റെ വിവരങ്ങളിലേക്ക് തന്നെ വീണ്ടും പോകുന്നു. പാലക്കാട് മണ്ഡലത്തിലെ വിവരങ്ങൾ നൽകാൻ സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പാലക്കാട്. പക്ഷേ ഇന്നത്തെ ദിവസം അതിനെയൊക്കെ അവഗണിച്ചാണ് വളരെ ആവേശത്തോടെ റോഡുകളിൽ തെരുവുകളിലൊക്കെയും പ്രവർത്തകർ ഒത്തുകൂടിയത്. എങ്ങനെയായിരുന്നു പാലക്കാട്ടെ കാഴ്ചകൾ? സച്ചിൻ, കേൾക്കാനാകുന്നുണ്ടോ? അസിത, വലിയൊരു ആവേശത്തിലായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ കൊട്ടിക്കലാശം അവസാനിച്ചത്. പാലക്കാട് സെൻട്രൽ സ്റ്റേഡിയം പരിസരത്താണ് UDFിൻ്റെയും LDFിൻ്റെയും NDAയുടെയും കൊട്ടിക്കലാശങ്ങൾ അവസാനിച്ചത്. വലിയൊരു ജനപങ്കാളിത്തം LDFിൻ്റെ കൊട്ടിക്കലാശത്തിൽ 3 മണി മുതൽ പാലക്കാട് നഗരത്തിലുണ്ടായി. വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തമാണ് പാലക്കാട് കഴിഞ്ഞ കാലങ്ങളിലടക്കം LDFിൻ്റെ പ്രചാരണത്തിലടക്കം കാണാൻ വേണ്ടി സാധിച്ചത്. അതുപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും മുൻ MPയുമായിട്ടുള്ള വിജയരാഘവനായിരുന്നു LDFിൻ്റെ സ്ഥാനാർത്ഥി. അതുപോലെ തന്നെ UDFിൻ്റെ VK ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ അടക്കമുള്ള ആളുകളുടെ കൊട്ടിക്കലാശമാണ് പാലക്കാട് സെൻട്രൽ സ്റ്റേഡിയം പരിസരത്ത് അവസാനിച്ചത്. വൈകിട്ട് 3 മണിയോടുകൂടെ 3 മുന്നണികളുടെയും റോഡ് ഷോ അടക്കമുള്ള പരിപാടികളാണ് ഇന്ന് അവസാനമായുള്ള പരസ്യ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് നടന്നിട്ടുള്ളത്. കഴിഞ്ഞ 1.5 മാസത്തോളമായി പാലക്കാട് അതുപോലെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും നടന്ന പോലെ തന്നെ വലിയൊരു പ്രചരണം തന്നെയാണ് പാലക്കാട് എല്ലാ മുന്നണികളുടെ നേതൃത്വത്തിൽ നടന്നതെങ്കിലും അതിലൊരു വലിയൊരു മുൻതൂക്കം LDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പാലക്കാട് സാധിച്ചിട്ടുണ്ട്. NDAയും അതുപോലെ തന്നെ UDFിനെയും സംബന്ധിച്ചിടത്തോളം പ്രചരണത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. വലിയൊരു ജനപങ്കാളിത്തമാണ് പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെ പ്രചരണത്തിലുടനീളം കണ്ടിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം പാലക്കാട് നഗരത്തിനും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയെ മണ്ഡലത്തിൽ യാതൊരു വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നൊരു പ്രതികരിക്കുന്ന ഒരു ജനതയാണ് പാലക്കാട് LDF സ്ഥാനാർത്ഥിക്ക് മുൻപാകെ വന്നിട്ടുള്ളത്. കാരണം കാർഷിക മണ്ഡലം അതുപോലെ തന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ടെങ്കിലും യാതൊരു വിധത്തിലുള്ള പരിഗണനയും കഴിഞ്ഞ 5 വർഷക്കാലം UDF MPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു വലിയൊരു ഒരുപാട് വിഷയങ്ങൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരുന്നു അവസാന നിമിഷം വരെ.